പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 2 ഇല്ലിക്കൂട്ടങ്ങൾ കാരണം നാട്ടുകാർക്ക് വലിയ തലവേദനയായിട്ടിരിക്കുകയാണ്. മിക്ക ദിവസങ്ങളും കറണ്ട് പോകുന്നുണ്ട്. നല്ല കാറ്റടിക്കുമ്പോഴത്തേന് ഇല്ലുകളെല്ലാം ശക്തമായിട്ട് ഈ ലൈനിലോട്ടെല്ലാം ടച്ച് ചെയ്ത് ഇത് മുഴുവൻ ലൈനിൽ തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. ഇനി മുന്നോട്ട് ഇത് നിരവധി അപകടങ്ങളുണ്ടാവും. പക്ഷേ ഇതുവരെ ഇലക്ട്രിസിറ്റി ബോർഡ് അധികാരികളോ ഗ്രാമപഞ്ചായത്ത് അധികാരികളോ ഇതിന് വേണ്ടില്ല. അപ്പോൾ നാട്ടുകാർ വളരെ ഭീതിയിലാണ്. കാരണം ഓരോ കാറ്റടിക്കുന്ന സമയത്ത് നമുക്കറിയാം, മഴ ചാറിയാലും ഇല്ലെങ്കിലും അന്നേരം തന്നെ കറണ്ട് പോകും. ഇതെല്ലാം ഇത് കണ്ട ലൈനെ മുട്ടി നിൽക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡുകാർ പോലും ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാറില്ല. നിങ്ങളൊന്ന് കാണുക. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡില് പെരുമ്പഴമുക്കെന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെ ഒരു മാടക്കടയ്ക്ക് സമീപമായിട്ട് നിൽക്കുന്ന ഒരു ഇല്ലിക്കൂട്ടാണ്. ഇല്ലിക്കൂട്ടം മുഴുവൻ നിൽക്കുന്നത് ലൈനിലോട്ടാണ്. നിങ്ങൾക്ക് കാണാം, ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിലാണ് നടന്നു പോകുന്ന റോഡിനോട് ചേർന്നാണ് ഈ ഇല്ലിക്കൂട്ടം നിൽക്കുന്നത്. ഇത് വലിയ അപകടമുണ്ടാക്കുന്ന കാഴ്ചയാണ്. അങ്ങ് ആർത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് ഇല്ലാത്ത ജന്തുക്കളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. കാരണം അതുപോലെ ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു പോലും പോകാത്ത വിധത്തിൽ കാട് പിടിച്ചിരിക്കുകയാണ്. മൊത്തം ഈ പ്രദേശം മുഴുവൻ ഈ ഇല്ലി അങ്ങ് പടർന്ന് വ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് സമീപത്തൊരു ചെറിയൊരു മാടക്കടയുണ്ട്. അവരും വലിയ ദുരിതത്തിലാണ്. കാരണം ഇപ്പോൾ ഇഴജന്തുക്കളൊക്കെ ഈ കടയിലൂടെ അങ്ങോട്ട് കയറി വരും. നിങ്ങൾക്ക് കാണാം, മൊത്തം കണ്ടോ നിൽക്കുന്ന കണ്ടോ ലൈൻ ഉണ്ടോ. ഇത് കാറ്റടിക്കുമ്പോഴത്തേന് ഇത് മുഴുവൻ ലൈനിലോട്ട് അങ്ങ് ടച്ച് ചെയ്യുക. ആ സമയത്ത് കറണ്ട് പോകും. ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇത് ഒരുപാട് ആൾക്കാർ ഇത് വർഷങ്ങളായിട്ട് ഇത് പരാതി പറയുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഉടമ ഇവിടെ ഇല്ലാത്തതാണ്. സാധാരണ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അവർക്ക് രേഖാമൂലം കത്ത് കൊടുക്കുകയും അവരെ കൊണ്ട് ഇതിൻ്റെ പറമ്പിൻ്റെ ഉടമയെ കൊണ്ട് തന്നെ ഇത് വെട്ടിക്കേണ്ടതാണ്. ഇത് പൊതുജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ പറമ്പ് മുഴുവൻ, അവരുടെ പറമ്പ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുക. ഈ സമീപത്തുള്ള ആൾക്കാർ എന്തുമാത്രം ആൾക്കാരുണ്ട്, കുട്ടികളടക്കം ഇതിലെ പോകുന്നതാണ്. മുഴുവൻ നിൽക്കുന്നത് ലൈനിലോട്ടാണ്. ഉണ്ടോ, കാറ്റടിക്കുമ്പോൾ, ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ ഇതിലോട്ട് അങ്ങ് ലൈനിലോട്ടാണ് വീഴുന്നത്. ലൈനിലോട്ട് അതുപോലെ ഇതിൻ്റെ വള്ളികളും എല്ലാം കയറി വ്യാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ അന്നേരം പറയുന്നത് ടച്ചിങ് വെട്ടാന്നാണ് പറയുന്നത്. പക്ഷേ ഇവരൊന്നും ഈ ഭാഗത്തേക്ക് പോലും വരുന്നില്ല. മിക്ക ദിവസം ഇതാണ്. ഒരു മഴ ചാറിയാലോ ഒരു ചെറിയ കാറ്റടിച്ചാലോ അന്നേരം ഇത് കണ്ടോ ലൈനിലോട്ടാണ് മുഴുവൻ നിൽക്കുന്നത്. ആ സ്ഥാനത്ത് പാവപ്പെട്ടവൻ്റെ എങ്ങാനും ഒരു ചെറിയ മരം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ഇവർ വന്ന് മൊത്തം ചോടോടെ കണ്ടിച്ചിടും. കാരണം ലൈനെ ടച്ച് ചെയ്യുന്നെന്നും പറഞ്ഞു. വാഴ വരെ വെട്ടിയ ചരിത്രങ്ങൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. കൊലക്കാറായ വാഴ വരെയാണ് ഇവർ വെട്ടുന്നത്. ഇതൊന്നും കാണുകയില്ല, കേൾക്കുകയില്ല. അതുപോലെ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കണ്ടോ. ഈ റോഡ് ഇവിടെ ഇങ്ങനെ തകർന്ന് കിടക്കാൻ വേണ്ടി എത്രയോ നാളായെന്നറിയാം. ഇവിടെ ഒരു വെള്ളം ഒഴുകുന്നൊരു ചാലുണ്ട്. ഇവിടെ എപ്പോഴും മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ആ വെള്ളം ഒഴുകുന്നു. അവിടെ ഒരു കലുങ്ക് നിർമ്മിക്കാൻ ഇതുവരെ ആരെക്കൊണ്ട് സാധിച്ചിട്ടില്ല. വാഹനമായിട്ട് വരുന്നവർ, കാറൊക്കെ ആയിട്ട് വരുന്നവർ അടി ഇടിക്കാതെ പോകത്തില്ല. കാരണം അത്രയ്ക്കും ദുർഘടമായിട്ട് കിടക്കുകയാണ്. ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും ഈ ഭാഗത്തേക്ക് നടന്നിട്ടില്ല. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാം വാർഡിൽ ആഞ്ഞിലളവിൽ നിന്ന് പൊങ്ങൻപാറ പാറമഴയുടെ അങ്ങോട്ടുള്ള റോഡാണ്. ഇവിടെ നിൽക്കുന്ന ഇല്ലിക്കൂട്ടാണ്. ഇല്ലിക്കൂട്ട് അങ്ങ് ആർത്ത് കയറിയിരിക്കുക, ലൈനിലോട്ടാണ് കയറിയിരിക്കുന്നത്. കണ്ടോ, ലൈനിലെ പടന്ന് കിടക്കുക, അതേ കിടക്കുക. അതുപോലെ ഈ പരിസരത്ത് ഇതുപോലെ എല്ലാം മരങ്ങൾ വന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതും ഇലക്ട്രിസിറ്റി ബോർഡ് അധികാരികളെ കാണുന്ന പോലുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങാനം വഴി വന്നപ്പോഴത്തേന് തുരുത്തപ്പാലത്തിൻ്റെ അവിടെ ഒരു ട്രാൻസ്ഫോമറിൽ ഒരു ഇത് ചെടിയെല്ലാം അവിടെ കയറിയത്. ഞാൻ ആ വാർത്ത കൊടുത്തതിൻ്റെ 2 ദിവസത്തിനുള്ളിൽ അവരത് മൊത്തം ചോടോടെ വെട്ടി അവിടെ എല്ലാം ക്ലീൻ ചെയ്തായിരുന്നു. കണ്ടോ, ലൈനിലോട്ട് കിടക്കുന്നത് കണ്ടോ, ഇല്ലിക്കമ്പ കിടക്കുന്നത്. അതുപോലെ പകല് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തി കിടക്കുന്നുമുണ്ട്. ഈ അങ്ങോട്ട് പോകുന്ന വഴിയിലെല്ലാം ലൈനെ ടച്ച് ചെയ്താണ് ഇത് കണ്ടോ പോകുന്നത്. കാട് പിടിച്ച് കിടക്കുക.